തോറ്റെന്ന് മറ്റുള്ളവർ വിധി എഴുതുമ്പോഴും അതിനെ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരണം എന്നുള്ളതാണ് ലയണൽ മെസ്സിയുടെ അർജന്റീന നമുക്ക് നൽകുന്ന ഒരു പാഠം. എല്ലാ ഫുട്ബോളിംഗ് ടീമിനും എല്ലാ അവരുടെ വിജയത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ലെമീൻ യമാൽ എന്ന് പണ്ട് മെസ്സി ബാത്തബിലിറ്റി കുളിപ്പിച്ച കുട്ടിയും ആ കുട്ടിയെ കുളിപ്പിച്ച മെസ്സിയും തമ്മിൽ ഫൈറ്റ് നടക്കുക. അപ്പൊ ഒരു ലക്ഷ്യം തീരുമാനിച്ചാൽ ഏജ് ഒരു ഘടകമാവുന്നില്ല. നിങ്ങൾ പഠിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വേൾഡ് കപ്പിൽ കളി നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് അടുത്തു പോവാതെ ഇടയ്ക്ക് വീണുപോയി എന്ന് കരുതുമ്പോ മടങ്ങിപ്പോവരുതെന്നുള്ള വലിയ മെസ്സേജ് നമുക്ക് ഈ കഴിഞ്ഞ കളികൾ കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ഇംഗ്ലണ്ടുമായിട്ടുള്ള അർജന്റീനയുടെ മാച്ച് നിങ്ങൾ കാണും. ആ മാച്ചിന്റെ തുടക്കത്തിൽ നിങ്ങൾക്കറിയാം, ആന്റണി ഗോർഡൻ നേടിയ ആ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ ആന്റണി ഗോർഡൻ നേടിയ ഒരു ഗോളിന് ഇംഗ്ലണ്ട് മുന്നിട്ട് നിൽക്കുമ്പോൾ ഓരോ അർജന്റീനൻ ആരാധകന്റെയും മനസ്സ് പടച്ചിട്ടുണ്ടാകും. കളി എവിടെയായിരിക്കും, എവിടത്തേക്കാണ് പോവാന്ന് പറയാൻ കഴിയില്ല. കളി അവർ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഈജിപ്തിനെ പോലെയല്ല, കേപ്പ് വെർദിനെ പോലെയല്ല, സ്വിറ്റ്സർലാൻഡിനെ പോലെയല്ല എന്നുള്ളത് എല്ലാവരും പറയും, എല്ലാവർക്കും അറിയുകയും ചെയ്യും. അയാളെ മനോഹരമായിട്ട് മാർക്ക് ചെയ്തത് അവരുടെ സ്ട്രാറ്റജി. അയാളെ കൊണ്ട് സ്കോർ ചെയ്യാൻ അനുവദിപ്പിക്കാതെ കളി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് തീരുന്നത് വരെ until it is done, it is never done. അത് തീരുന്നത് വരെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ തന്നെ പൂട്ടിയ എല്ലാ കാലുകളെയും മാന്ത്രിക മുന്നേറ്റങ്ങളോടെ തകർത്തെറിഞ്ഞിട്ട് അവസാനം ബോക്സിലേക്ക് കൊടുത്ത 2 അസിസ്റ്റ് കളിയുടെ അവസാന മിനിറ്റുകളിൽ അർജന്റീനക്ക് ഒരു വിജയം സമ്മാനിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാനുള്ളത് ഒരു കാര്യവും ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോകാനുള്ളതല്ല. തോറ്റെന്ന് മറ്റുള്ളവർ വിധി എഴുതുമ്പോഴും അതിനെ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരണം എന്നുള്ളതാണ് ലയണൽ മെസ്സിയുടെ അർജന്റീന നമുക്ക് നൽകുന്ന ഒരു പാഠം. എല്ലാ ഫുട്ബോളിംഗ് ടീമിനും എല്ലാ അവരുടെ വിജയത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് അതിനെ പറ്റിയല്ല. കഴിഞ്ഞ ദിവസം യൂണിസെഫ് ഒരു ചിത്രം പുറത്തിറക്കി. ആ യൂണിസെഫ് പുറത്തിറക്കിയ ഒരു ചിത്രത്തിൽ ഒരു ബാത്ടബിൽ ഒരു കുട്ടി ഇരിക്കുന്നു. ഒരു ബാത്ടബിൽ ഒരു ചെറിയ കുട്ടി ഇരിക്കുന്നു. 19 or 20 വയസ്സുള്ള ലയണൽ മെസ്സി, അന്നൊരു ഇന്റർനാഷണൽ ഫുട്ബോളറായി ശ്രദ്ധിക്കപ്പെട്ട മെസ്സി ആ കുട്ടിയുടെ അടുത്ത് അവിടെ നിന്ന് കളിപ്പിക്കുന്ന ഒരു ചിത്രം യൂണിസെഫിന് വേണ്ടി, സ്റ്റുഡന്റ് റൈറ്റ്സിന്റെ ചിൽഡ്രൻ റൈറ്റ്സിന്റെ കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി യൂണിസെഫ് നടത്തുന്ന ഇടപെടലുകളുടെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വരിക. നിങ്ങൾ എങ്ങനെയാണ് ലോകം സഞ്ചരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നാളെ അർജന്റീനയും സ്പെയിനും തമ്മിൽ പോരാടുമ്പോൾ 2 ടീമിന്റെയും അമരത്ത് നിന്ന് അതാത് ടീമുകളുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത് ഒരു വശത്ത് ലെമീൻ യമാൽ എന്ന് പണ്ട് മെസ്സി ബാത്തബിലിറ്റി കുളിപ്പിച്ച കുട്ടിയും ആ കുട്ടിയെ കുളിപ്പിച്ച മെസ്സിയും തമ്മിൽ ഫൈറ്റ് നടക്കുക. അപ്പൊ ഒരു ലക്ഷ്യം തീരുമാനിച്ചാൽ ഏജ് ഒരു ഘടകമാവുന്നില്ല. നിങ്ങൾ പഠിക്കുക. 39 വയസ്സ് ഫുട്ബോളിംഗ് ഏജിൽ വളരെ വലിയ പ്രായമാണ്. ആ 39 വയസ്സിൽ താൻ ബാസ്കറ്റ്ബോളിലേക്ക് കുളിപ്പിക്കുന്ന ചിത്രമെടുത്ത കുട്ടിയോടൊപ്പം ഫൈനൽ മത്സരിക്കുന്ന ലയണൽ മെസ്സിയുടെ എൻഡ്യൂറൻസ് എന്താണെന്ന് നിങ്ങൾ നോക്കുക. എത്ര വർഷത്തേക്കാണ് കൺസിസ്റ്റന്റ് ആയി ഹാർഡ് വർക്കിലൂടെ അയാൾ അവിടെ നിന്നത് നിങ്ങൾ നോക്കുക. തന്നെ കുളിപ്പിച്ച ഒരു ഐഡലിന് മുമ്പിൽ ഫൈനൽ കളിക്കാൻ വരുമ്പോ 18 വയസ്സ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളെ മാത്രമായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ലെമീൻ യമാലിന്റെ മുമ്പിൽ ലോകം എത്ര ചെറിയ പ്രായത്തിലാണ് അയാൾ ലോകത്തിന്റെ വാതായനങ്ങൾ തുറന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഏജ് ഒരു ബാരിയർ അല്ല, ഏരിയ ഒരു ബാരിയർ അല്ല, ജോഗ്രഫിക്കൽ കൺഫൈൻമെന്റ് ഇല്ല. ടാലന്റിൽ വിശ്വസിക്കുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, പാഷനേറ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഇടയ്ക്ക് വീണ് പോയിട്ടുണ്ടെങ്കിൽ ഒടി തട്ടി എഴുന്നേറ്റ് വന്ന് പിന്നെയും ഓടാൻ കൊല്ലത്തിന്റെ യുവത തീരുമാനിച്ചാൽ നാളെ ഈ നാട് ആഗ്രഹിക്കുന്നത് നിങ്ങളിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ സംഗമം. അത്